കണ്ണനായർ, അമ്മയുടെ വാക്കുകളിൽ അമ്മ ഈ ദാരുണ സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അമ്മ പറയുന്നത് കൊണ്ടുവന്നപ്പോഴേക്കും മകൻ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല, എന്തോ പറ്റിയെന്ന് എനിക്ക് ഭയം തോന്നുന്നു എന്നാണ് പറയുന്നത്. ആ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ നെഞ്ചുലഞ്ഞു പോകുന്നുണ്ട്. പോലീസ് ഏറ്റവും ഒടുവിലായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത, ആക്രമിക്കപ്പെട്ടയാൾ മരണപ്പെട്ടിരിക്കുന്നു, ഒപ്പം പ്രതിയും മരണപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഫെബിൻ ജോർജ് ഗോമസിന്റെ അമ്മയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. അമ്മ പറയുന്നതനുസരിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാൾ ഒരു പർദ്ദ ധരിച്ച ഒരാൾ വീട്ടിലേക്ക് വന്നു, വീടിൻ്റെ കോളിംഗ് ബെൽ അടിച്ചു. അതിനുശേഷം പെട്ടെന്ന് കഥ തുറന്നപ്പോൾ ഈ പ്രതി തേജസ് രാജ് ആണ് എന്ന് അയാൾ നേരെ ഓടി വീടിനുള്ളിലേക്ക് കയറുകയാണ്. പെട്ടെന്ന് ഈ പെട്രോളിന് സമാനമായ എന്തോ ഒരു ദ്രാവകം അവിടേക്ക് ഒഴിച്ചു. അതിനുശേഷം ഈ കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് ഗോമസിനെയും അതുപോലെ തന്നെ ജോർജ് ഗോമസിന്റെ പിതാവ് ജോർജ് ഗോമസിനെയും കത്തിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഇയാൾ അവിടെ നേരെ ഇറങ്ങി ഓടുകയാണ്. അയാളെ പിടികൂടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൊല്ലപ്പെട്ട ഫെബിൻ്റെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ അയാളെ പിടികൂടാൻ സാധിച്ചില്ല. പിന്നീട് ഈ വിദ്യാർത്ഥി 21 വയസ്സുള്ള വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. എന്നാൽ ആ മരണ കാരണം എന്താ, മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, മകൻ മരിച്ചു എന്നുള്ള കാര്യം ഇതുവരെ അവർക്ക്, ആ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. അത് അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് 7:30 സംഭവം ഉണ്ടാകുന്നത്. ഇത് സംഭവത്തിന്റെ വാർഡ് കൗൺസിലറും ഒപ്പം കൊല്ലം മേയറും കൂടിയായിട്ടുള്ള ഹണി ബെഞ്ചമിൻ. കുടുംബത്തെ അറിയാവുന്നതായിരുന്നോ? കുടുംബത്തെ അറിയാവുന്നതായിരുന്നു. എനിക്ക് അത്യാവശ്യം സൗഹൃദമുള്ള കുടുംബമാണ്. അവർ നല്ലൊരു കുടുംബമാണ്, നല്ല ക്വയറ്റാണ്. അവരുടെ ചെറിയ വരുമാനത്തിൽ ഒതുങ്ങിക്കൂടി ജീവിച്ച ആ വരുമാനത്തിനകത്ത് നിന്ന് ജീവിക്കാൻ തയ്യാറായ മക്കളുമാണ് രണ്ടുപേരും. അപ്പം അവന് വേറെ അവരെക്കുറിച്ചൊന്നും മോശമായി പറയാനില്ല, എല്ലാം നല്ലത് മാത്രമേ ഉള്ളൂ. ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിച്ചില്ലെങ്കിൽ പ്രണയം, അത് പിന്മാറാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരിക്കലുമില്ല. അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ആ കുട്ടിക്ക് നന്നായി ചിന്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഒരു അമ്മയെന്ന നിലയിൽ പറയാൻ കഴിയുന്നത്. കാര്യം അവൾ തിരഞ്ഞെടുത്ത ഒരു സൗഹൃദം, ആ സൗഹൃദത്തിൽ ഭാവിയിൽ അത് ബുദ്ധിമുട്ടാകും എന്ന നിലയിൽ മറു സൈഡിൽ നിന്നുള്ള റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പിന്മാറാൻ ശ്രമിച്ചെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാര്യം നേരത്തെ അറിയില്ല. കാര്യം അങ്ങനെ നമുക്കറിയാൻ, അങ്ങനത്തെ ഒരു കറങ്ങി നടക്കുന്ന സ്വഭാവമോ അങ്ങനെയുള്ള കുട്ടിയല്ല അവൾ. അപ്പം +2 ഒരുമിച്ച് പഠിച്ചു. പിന്നെ അവർ തമ്മിൽ കാണുന്നത് തന്നെ ബാങ്ക് കോച്ചിങ്ങിന് വരുന്ന സന്ദർഭത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ അവർ വീട്ടുകാർ തമ്മിൽ, പയ്യൻ്റെ വീട്ടുകാർ നല്ല വീട്ടുകാരെ, ഇവരേക്കാൾ കുറച്ചുകൂടെ ഫിനാൻഷ്യൽ സൗണ്ടുള്ള ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ജോലി കിട്ടിയതിൻ്റെ പേരിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. നല്ല കുട്ടിയാണ്, പെൺകുട്ടി നല്ലതാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാര്യം അവരുടെ ഈ പിതാവ് ഒരു ഹാർട്ടിന് ഹൃദ്രോഗിയാണ്. അപ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് ഈ കുടുംബത്തെ പോറ്റാനുള്ള വളരെ ബുദ്ധിമുട്ട് ഉള്ളൊരു മനുഷ്യനാണ് ശാരീരികമായി. അപ്പം ആ സ്ഥിതിക്ക് പിന്നെ അവരുടെ അത്താണി എന്ന് പറയുന്ന ഈ മകനാണ്. അപ്പോൾ ആ കുട്ടിക്കൊരു ജോലി കിട്ടുന്നത് വരെ ഈ കുടുംബത്തെ സംരക്ഷിക്കും ഈ കുഞ്ഞെന്നുള്ള ഒരു മകള് എന്ന നിലയിൽ അവൾക്കത് ഉറപ്പുണ്ട്, ആ കുട്ടിക്ക്. അപ്പോൾ അവരെയും കൂടെ സംരക്ഷിക്കുന്ന നിലയിലൊരു പാർട്ട്ണറായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കാണും കുട്ടിക്ക്. അതിനകത്ത് ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവാമായിരിക്കും. അവൾ ഈ തീരുമാനം എടുത്തത് എന്ന് തന്നെയാണ് ഇവർക്കുമൊക്കെ പറയാനുള്ളത്.